ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ഗെയിം പ്ലേയുമായിട്ടാണ്. അപ്പോൾ ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇന്ത്യൻ ബൈക്സ് ആണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ചലഞ്ചസ് മോഡാണ്. ചലഞ്ചസ് മോഡിൽ മെഗാ റാമ്പ് ഉണ്ട്, ഫൺ ട്രാക്ക് ഉണ്ട്, ജുറാസിക് പാർക്ക് ഉണ്ട്, സോംബി മോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെഗാ റാമ്പ് ഒന്ന് എടുത്ത് നോക്കാം. എന്തോ ഒറ്റൊന്നും വരുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ഏതായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് നക്കിയിട്ട് നങ്ങണില്ലേ? അപ്പോൾ ഏതോ ഒന്നായിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം. ഓക്കെ, മെഗാ റാമ്പ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നേരെ കളിച്ചു നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഗൈസ്, നമ്മൾ ഈ കോൾ ചെയ്യുന്ന ഇതിൽ 9 മാത്രം അടിച്ചു നോക്കിയാണ്ട് കോൾ ചെയ്താൽ രാത്രി ആവുന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് രാത്രി ആയി നോക്കാം. ഓ ഗൈസ്, നമുക്ക് സീനല്ലേ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കളിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൈസ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. നമുക്ക് നേരെ കളിച്ച് നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് കൂട്ടിട്ടെ. ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഗെയിമിലേക്ക് കിടക്കുകയാണ്. കാർ പോകുന്നുണ്ട്. ഇതിങ്ങനെ വെറുതെ നക്കി കൊടുത്താൽ മതി. വാട്ട് ഇഞ്ചമ്മ, എന്തൊരു ആക്ടിങ് അറിയ ചങ്ങായി. ആക്ടിങ്ങിൽ ഓസ്കാർ അവാർഡ് ഇവനക്ക് തന്നെ കിട്ടും. പുഷപ്പൊക്കെ എടുത്താൽ നീച്ചിന് തന്നെ. അപ്പം നമുക്ക് ഇത് രാവിലെ ആക്കാൻ കഴിയുമെന്ന് നോക്കി നോക്കാം. വല്ലാത്തൊരു ഗതികേടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ രാവിലെ ആയി. അപ്പോൾ ആദ്യം നമ്മൾ 9 അടിച്ചു, അപ്പോൾ രാത്രിയായി. പിന്നെ നമ്മൾ രാവിലെ ആക്കാനും വേണ്ടി 9 പിന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് അടിച്ചു, അപ്പോൾ രാവിലെ ആയി. ഇനി നമുക്ക് 700 അല്ല 700 വേണ്ട, 7 കൊണ്ടൊത്തും കഴിയില്ല നമുക്ക്. നമ്മൾ ടൊയോട്ട സുപ്രൻ്റെ നമ്പറാണ് 2244. ഇതാ ഗൈസ്, നമ്മൾ സൂപ്പർ എത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം. നമുക്ക് ക്യാമറൻ്റെ പൊസിഷൻ മാറ്റാൻ കഴിയും. പക്ഷേ ഈ പൊസിഷൻ തന്നെയാണ് നല്ലത്. പിന്നെ ഗൈസ്, ഞാൻ ഇപ്പോൾ ചീറ്റ് കോഡ്സ് പഠിച്ച് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയണ കുറച്ച് ചീറ്റ് കോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പ് നമ്മൾ ഈ സുപ്ര ജസ്റ്റ് ഒന്ന് നമുക്ക് RPG ഇട്ട് പൊട്ടിച്ച് നോക്കാം. കുറച്ച് വിട്ടുനിന്ന് പൊട്ടിച്ചാൽ അല്ലെങ്കിൽ അപകടമാണ്. എയിം ചെയ്യുന്നു, അയാളിട്ട് പൊട്ടിച്ചാലോ. ഷൂട്ട്. അയാളിപ്പോഴും ജയിച്ചിരിക്കുന്നുണ്ട്. ഇതിലെന്തോ ഗ്ലിച്ചൊക്കെ ഉണ്ട് അറിയാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഗ്ലിച്ചൊന്നും ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ബോംബിട്ട് പൊട്ടിച്ചാൽ എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്താലാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഇവിടെ എറിഞ്ഞു, ഇവിടെ എറിഞ്ഞു, ഇവിടെ എറിഞ്ഞു. ഇനി ഇത് പൊട്ടിക്കണമെങ്കിൽ നമ്മളെ കുറച്ച് ബാക്കൊക്കെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കത്തമാവും. അപ്പോൾ ഫോൺ എടുക്കുക, ഇതിന്നൊന്ന് മാറണം. ഓക്കെ, ഇതിന്ന് മാറാണ്ട് നമ്മൾ ഫോൺ എടുക്കുക. എന്നിട്ട് RGS ടൂൾ എടുക്കുക. RGS ടൂൾ തന്നെയാണോ ഇത്? അല്ല RGS ടൂൾ അല്ല. ഒന്നുകൂടി ഫോൺ എടുത്തിട്ട് പഠിച്ചിനി. ആക്ടിവേറ്റ് സ്റ്റിക്കി ബോംബാണ്. ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം.
അപ്പം ഇങ്ങനെയാണ് പൊട്ടിക്കൽ ഗൈസ്. ഓക്കെ, നമ്മളെ 3 ബോംബ്സ് ഇട്ടീനി, എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത കാർ എടുത്തുകൊണ്ട് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഗൈസ്, നമ്മൾ സ്ലോ മോഷൻ മോഡാണ് കേട്ടോ ഗൈസ്. മോഹനെ അവൻ്റെ നടത്തം. ഓക്കെ, നമ്മളെ വീട്ടിലേക്കും ജസ്റ്റ് പോവാൻ കഴിയുമെന്ന് അല്ല, അതിന് മുമ്പ് ഗൈസ് ക്യാമറ വർക്ക് ചെയ്യില്ല. നമ്മളെ ഷർട്ടും ഇതൊക്കെ ഒന്ന് മാറ്റണം. ഇത് ഷർട്ട്സൊക്കെ തന്നെയാണ് നല്ലത്, നോക്കട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ ലുക്കായിട്ടുണ്ട്. മാസ്ക് അതുപോലെ ഇട്ടുണ്ട്, ബാഗും അതുപോലെ. ബാഗ് ഓക്കെ, പട്ടാളത്തിൻ്റെ എല്ലാം ഒരു ഓന്ത് പോലെ അയക്കണ്. ഓക്കെ ഓക്കെ, പട്ടാളത്തിൻ്റെ മാസ്കും എല്ലാം സെറ്റായിട്ടുണ്ട്. ബാഗ് 2 ഒന്നും വേണ്ട, നമുക്ക് ബാഗ് 1 തന്നെ മതി. ഓക്കെ, ക്യാപ്പ് നമുക്ക് പട്ടാൾക്കാരുടെ ക്യാപ്പ് ഉണ്ടോ നോക്കി നോക്കാം. ഇല്ല ഗൈസ്, നമുക്ക് തന്നെ ഉള്ളൂ. ഗ്ലാസസോ ഓക്കെ, ഈ ഗ്ലാസും ഹെയറോ, ഈ ഹെയർ മതി അല്ലേ. ഓക്കെ, എല്ലാം സെറ്റായി ഗൈസ്. ഇതാണ് നമ്മളെ മൊത്തത്തിൽ ലുക്ക്. ഇതിന് മുമ്പ് കാണിക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നു കേട്ടോ. മുമ്പ് കാണിക്കാൻ കഴിയും പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ കാർ എടുത്തുകൊണ്ട് സിറ്റിക്കൊന്ന് പോയേക്കാം. നമുക്ക് ഓക്കെ 50 ഒന്ന് ജസ്റ്റ് അടിച്ച് നോക്കാം. ഗൈസ്, അപ്പം നമുക്ക് ഒരു ഡ്രാഗനെ കിട്ടിയിട്ടുണ്ട്. ഡ്രാഗനല്ല, എന്താ പറയുക, ഏതായാലും ഒരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മുതലാണ്. ഓക്കെ, ഇതിനെ വെച്ചൊന്നും പോവാൻ കഴിയില്ല കേട്ടോ. നമുക്ക് ഒന്നുകൂടി വേറെ എന്തെങ്കിലും അടിച്ചു നോക്കാം. പട്ടാളക്കാരായിട്ടുണ്ട്, പക്ഷെ ട്രൗസർ ഇട്ടാണ്ട പട്ടാളക്കാരനയക്കണ്. ഓക്കെ, നമുക്ക് 40 ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കാം. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കി പോവാണ്. ഓ ഗൈസ്, നമുക്കൊരു ടാങ്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ടാങ്ക് അല്ല വേണ്ടിയത്, ഒരു കാറാണ് വേണ്ടിയത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വേറെ അടിച്ചു നോക്കാം. 1122 എന്ന് ജസ്റ്റ് അടിച്ചു നോക്കാം. 1122 കാളുണ്ട്. അപ്പം അങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പം നമുക്ക് 6000 ഒന്ന് ജസ്റ്റ് അടിച്ച് നോക്കാം. ചീപ്പ് പ്രോസസ്സിംഗ് ആണ്. ഓ ഗൈസ്, നമുക്കൊരു അടിപൊളി ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത് പോവാണ്. പിന്നെ ഉള്ളത് ഇതിൽ മാപ്പൊന്നുമില്ല, അതാണ് വേറെ കാര്യം. മാപ്പ് ഉണ്ടെങ്കിൽ അതിലെങ്കിലും നോക്കി നമ്മളെ വീട്ടിലേക്കെങ്കിലും എത്തേനി. ഓ ഗൈസ്, അവിടെ എന്തത് ചോര ഇങ്ങനെ ഇതായി നിൽക്കണേ. ഇത് വേറെ കൊള്ളത്തരാ. ഓക്കെ, നമുക്ക് അവിടെ ഗൈസ് കുറേ വീടുകൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് ഓടിച്ച് പോയേക്കാം. ഇതെന്തത്, ഇതൊരു നല്ല രസമുള്ളൊരു വീടുകളാണ്. ഞാൻ ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് ഈ ഗെയിമിൽ കാണുന്നത് കേട്ടോ ഗൈസ്. നിങ്ങളിപ്പോൾ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ ഈ ചലഞ്ച് മോഡ് തന്നെ എടുത്താണ്ട് ഇതിന്ന് തോറ്റാണ്ട് ഇങ്ങോട്ട് എന്നാൽ മതി. സീന് വീടുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, പവറാണ്. ഓ സീന്, സൈക്കിളിൻ്റെ ചീറ്റ് കോഡ് ഞാൻ കണ്ടിനത് എന്തിനി 11 സൈക്കിളിൻ്റെ ചീറ്റ് കോഡ് അറിയണമെങ്കിൽ എല്ലാവരും 4 അടിച്ചു നോക്കാം. യെസ് ഗൈസ്, നമുക്കപ്പോൾ സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സൈക്കിൾ കയറാൻ കഴിയൂല, ഷടാ. അപ്പം നമുക്ക് സിറ്റ് ഒന്ന് ഡാർക്കാക്കാം. കാർ ചീറ്റ് പ്രോസസ്സിങ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സൈക്കിളിൽ കയറാണ്. ഓക്കെ, സീനായിട്ട് നമുക്ക് സൈക്കിൾ ഓട്ടിയാണ്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഡ്രിഫ്റ്റൊക്കെ ചെയ്താണ്ടാണ് പോകണം കേട്ടോ ഗൈസ്. ചെക്കൻ വലിയ ചെക്കനാണെങ്കിലും സൈക്കിളൊക്കെ ഓട്ടാൻ പുലിയാണ് ഇല്ലേ. ഓ
ഒരു കാറിന് വരെ ഒരു സൈക്കിൾ കൊണ്ട് കുത്തി മറിച്ചിടാൻ കഴിയുവാനാണ്. സഡൻ ബ്രേക്ക് ഒക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഗൈസ്. അപ്പം നമ്മൾ പോവാണ് ഗൈസ്. ഇതെവിടെത്തി? ഓക്കെ, നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലെത്തി ഗൈസ്. പെട്രോൾ പമ്പ് മാൻ. ബ്രേക്ക് പൊടി. എങ്ങോട്ടൊക്കെയാണ് ഇത് കയറിപ്പോണത് ഗൈസ്? ഈ കാറ് തീരെ അന്തല്ലാത്ത കാറുകളാണല്ലോ അവിടെ ഉള്ളത്. ഇപ്പോൾ ഗൈസ് നമ്മൾ സൈക്കിളിലൊന്ന് പെട്രോൾ അടിച്ചു നോക്കാം. ഇവിടെ ആരുമില്ലേ? ഇത് സാധാരണ പെട്രോൾ പമ്പിൽ ആൾക്കാരുണ്ടാവില്ല. ഇതൊക്കെ ഇവിടെ ആരുമില്ല. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. സൈക്കിൾ മറിഞ്ഞെടുക്കാണ്. സൈക്കിളിൽ പെട്രോളൊക്കെ അടിച്ച് വല്ലാത്ത തന്നെയാണ്. അവിടെ എന്താ ഗൈസ്? വാട്ട് ഈസ് ദിസ്? നമുക്ക് ഇവിടേക്കൊന്ന് പോയേക്കാം. നമ്മൾ ഫുള്ള് വിസിറ്റ് ആണ്. നമുക്ക് ഗെയിം തുടങ്ങൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ സിറ്റി മൊത്തത്തിലൊന്ന് വിസിറ്റ് ചെയ്യാണ്. ഇത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ജുറാസിക് പാർക്കാണോ? അല്ല, അങ്ങനെ അതുപോലത്തെ ഒരു ലുക്കും ഫീലൊക്കെ ഉണ്ട്. ഇത് എയർപോർട്ടും ആണോ? ഏതെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. അതല്ലേ മെഗാ റാമ്പിന് മറ്റേ സംഭവം. ചേട്ടാ, നമ്മൾ തിരിച്ച് പോയി ലാസ്റ്റ് അവിടെ തന്നെ എത്തിട്ടോ. ഇത് എയർപോർട്ടാണെന്നാണ് എൻ്റെ ഒരു ഇതിലൊരു സംശയം. ആണ്, എയർപോർട്ട് തന്നെയാണ് ഗൈസ്. സൈക്കിൾ ബാക്കൊക്കെ പെടലുമ്പോൾ ചോട്ടി പോകാൻ കഴിയുമോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് കയറി നോക്കാൻ കഴിയുമെന്ന് നോക്കാം. നമ്മൾ ഇന്നാളും ഇവിടെ തന്നെയാണ് നിർത്തിയത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം. കയറാൻ കഴിയണം? ഇല്ല ഗൈസ്, അപ്പം നമുക്ക് ഇതിൽ കയറാൻ കഴിയില്ല. അപ്പം എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലെന്തോ ഒരു ഗ്ലിച്ചൊക്കെ ഉണ്ട് പറഞ്ഞിനി. അപ്പോൾ നമുക്ക് 700. ഇത് ലംബോർഗിനിയാണ് നമുക്ക് വന്നത്. ഓക്കെ ഗൈസ്, കുറച്ച് മുമ്പിക്കുന്നാണ്ട് ഒന്നും കൂടി ലംബോർഗിനി തന്നെ നമുക്ക് ഇടാം. ഇതാണ്. അപ്പം നമ്മൾ എന്തോ ഗ്ലിച്ച് എന്നൊക്കെ പറഞ്ഞിനി. ഇങ്ങനെയല്ലേ ഗൈസ്? ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഗൈസ് വല്ലാത്തൊരു ഗതികേടായി പോയിട്ടോ. ഓക്കെ, അപ്പോൾ 700 ലംബോർഗിനി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി 700 ജസ്റ്റ് അടിച്ചാൽ എന്നിട്ട് ലംബോർഗിനി തന്നെ പിന്നെയും വരും. ഇത് നീക്കാൻ കഴിയുമോ? ഓക്കെ, നമുക്ക് കഴിഞ്ഞ പരമാവധി നമ്മൾ നീക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നടുവിൽ നിൽക്കുക. ഈ ഫോണൊക്കെ അരപ്പം എടുത്ത് ഓക്കെ, നടുവിൽ നിന്നിട്ട് ഒരു ഗ്ലിച്ച് ഉണ്ട് എന്നൊക്കെ പറയണ കേട്ടിനി. ഇല്ല ഗൈസ്, ആ ഗ്ലിച്ച് വർക്ക് ചെയ്യണില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്ട് ആ അവിടെ കാണുന്ന ഇതില്ലേ കമ്പി, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ കഴിയും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ നമുക്കൊന്ന് പോയി നോക്കാം. ഗൈസ്, അത് പറയണ കേൾക്കൽ തന്നെ കഴിയുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ എത്തൊക്കെയാണ്? വാട്ട്? എത്തപ്പോൾ ഇവിടെ നടന്ന് അതിവിടെ എത്തിയോ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം. ബൈ ബൈ.